നമ്മുടെ പാറുവിന്റെ വളക്കാപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ ഈ വെള്ളരിപ്രാവുകളായിട്ട് നിൽക്കുന്നത്. വൈകിട്ട് ഇതേ ചെറിയ രീതിക്ക് ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇതേ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പൊ എന്റെ ഈ ഡ്രസ്സ് കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചു എവിടുന്നാന്ന്. സംഭവം ഇത് ഞാൻ ഓണക്കോടിയായിട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചതാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലിങ്കോ കാര്യങ്ങളോ ബുട്ടീക്കിന്റെ പേജോ ഒന്നും കൊടുക്കാഞ്ഞത്. ഞാനിവിടെ അടുത്ത ചേച്ചിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അപ്പൊ പരിപാടി വെച്ചിരിക്കുന്നത് നമ്മുടെ കൂറ്റനാടുള്ള കണിച്ചിരക്കൽ മാളിലാണ്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര കൃത്യനിഷ്ഠുള്ളവരായത് കൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പോസ്റ്റ് ആടുന്നു കേട്ടോ, ഓരോരുത്തരായി എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജിഷ്ണേട്ടൻ വന്നപ്പോൾ നമ്മൾ നേരെ ഹാളിലേക്ക് കയറിയിട്ടോ. അതുവരെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇതൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കുടിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, മെയിൻ ആൾക്കാരെ എത്തിയിട്ടില്ല കേട്ടാ. പിന്നെ നമ്മുടെ തേജപ്പിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശക്കണോന്ന് പറഞ്ഞപ്പോ ജിഷ്ണേട്ടൻ അവൻ എന്തോ വാങ്ങിക്കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ വിശന്നിട്ടൊന്നുമല്ല, ചെക്കൻ്റെ ഒരു നേരം പോക്കാണ്. പിന്നെ എന്താ ചുറ്റുട്ടായിട്ടും പാറും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ടാമ്പിയിൽ പിന്നെ വൈകുന്നേരമായി നല്ല ബ്ലോക്കാലോ, അതുകൊണ്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഫോട്ടോസും അതിൻ്റെതായ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടാ. പക്ഷെ അറിയില്ലെങ്കിലും കൂടിയിട്ട് ഞാൻ പോയിട്ട് എന്റെ ചടങ്ങ് ചെയ്തു. ഇതേ ചന്ദനൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ വളയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടാ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ക്യൂരിയോസിറ്റിയിലാട്ടാ തേജു ഇതേ വാരി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ പാറുവിന്റെ കുറച്ച് കസിൻസ് ആയിട്ട് അവരുടെ കൂടെ നിന്നിട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. കുട്ടിയുടെ അമ്മയ്ക്ക് മാത്രം തേച്ച് കൊടുത്താൽ പോരല്ലോ എന്നും പറഞ്ഞിട്ട് അച്ഛന്റെ മൂത്ത്, അതായത് നമ്മുടെ ചിത്തുട്ടേട്ടന്റെ മൂത്ത് ഒരു ഫേഷ്യൽ വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഇരുന്ന് കൊടുക്കല്ലാണ്ട് വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ചിത്തുട്ടേട്ടൻ ഇതിങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ പാറുവിന്റെ കസിൻസിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഡാൻസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടോ. അതായത് നമ്മുടെ തേജപ്പം പറയില്ലേ ഫുഡ് മുഖ്യം ബിഗിലേന്ന്, അതന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് കൊടുന്ന് വെച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാരി കോരി എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഡയറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് അങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മാളിൽ ഇത് ഓഫറിൽ പെർഫ്യൂം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കടക്കാരനായിട്ടുള്ള ബാർഗെയിനിങ്ങിന് ശേഷം വാങ്ങി പെർഫ്യൂം ആണ് ഇതേ നിലത്തിട്ട് പൊട്ടിച്ചത് കേട്ടോ മനോജേട്ടൻ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പൊട്ടി എന്നുള്ള മട്ടിൽ നിന്നെങ്കിലും കൂടിയിട്ട് ഇതേ നിലത്ത് കിടന്നൊക്കെ കുറച്ചൊക്കെ തുടച്ച് വാരി മേത്തൊക്കെ തേച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ പോകുന്നത്. ഉടായ്പ് കാട്ടി ജിഷ്ണേട്ടൻ വാങ്ങിയത് കയ്യിലാക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കിയിട്ടാ. കാരണം ഇനി അവിടെ നിന്ന് ഞങ്ങളുടെയും കൂടി പൊട്ടിയാലോ, അതുകൊണ്ടുള്ള ഒരു പേടി കൊണ്ട് തോന്നുന്നു വിൻഷേട്ടത്തെ പെർഫ്യൂമിന്റെ ഷാള് വാങ്ങിയിട്ട് അതിൽ പൊതിയാനായിട്ട് നോക്കിയത്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയാലും ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.